My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെന്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ സൾഫർ എന്ന അധ്യായത്തെക്കുറിച്ചാണ് കഴിഞ്ഞ 5 എപ്പിസോഡുകളിലായി പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്കിപ്പോൾ ശ്രമിക്കാം. ഈ ഭാഗത്ത് ഡോക്ടർ കെന്റ് സൾഫർ ചൈൽഡിൻ്റെ ടിപ്പിക്കൽ ലക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. നമുക്കത് ശ്രദ്ധിക്കാം. ചിൽഡ്രൻസ് കംപ്ലൈൻറ്റ്സ്: dirty faced, dirty skinned little urchins who are subject to nightly attacks of delirium, who suffer from pains in the head, who had brain troubles, who are threatened with hydrocephalus, who had meningitis, need sulfur. സൾഫർ ആവശ്യമുള്ള കുട്ടികളെക്കുറിച്ചുള്ളൊരു വിശാലമായൊരു ചിത്രം. ഡേർട്ടി ഫേസ്ഡ്, മുഖം വൃത്തിഹീനമായിരിക്കുന്ന മുഖം. എത്ര നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എത്ര വൃത്തിയാക്കാൻ ശ്രമിച്ചാലും ഒരു വൃത്തിഹീനതയുടെ ഒരു അടിസ്ഥാന ഭാവം ആ മുഖത്തുണ്ട്. കഴിയുള്ളത് മാറുന്നില്ല. ഡേർട്ടി സ്കിൻഡ്, ആ ഡേർട്ടി സ്കിൻഡായുള്ള കുഴപ്പമാണ്. ലിറ്റിൽ അർച്ചിൻസ് എന്ന് വെച്ചാൽ വൃത്തിഹീനമായിട്ട് നടക്കുന്ന കുട്ടികളെക്കുറിച്ച് പഴയ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു പ്രയോഗമാണ്. ഇപ്പോൾ അങ്ങനെ പറയാറില്ല. ലിറ്റിൽ അർച്ചിൻസ് എന്ന് വെച്ചാൽ കാണുമ്പോൾ തന്നെ ഒരു കുട്ടിയെ കാണുമ്പോൾ തോന്നുന്നൊരു ഓമനത്വം തോന്നുന്നില്ല, ഒരു അറപ്പോ ഒരു അകൽച്ചയോ തോന്നിക്കുന്ന തരത്തിലുള്ള അത്തരം കുട്ടികൾ. അവർ നൈറ്റ്ലി അറ്റാക്സ് ഓഫ് ഡെലിറിയം, രാത്രി ഡെലിറിയം വരാൻ സാധ്യതയുള്ളവർ, തലയിലെ വേദനയിൽ നിന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ളവർ, ഹൈഡ്രോസെഫാലസിൻ്റെ ഭീഷണി ഉണ്ടായിട്ടുള്ളവർ, മെനിഞ്ചൈറ്റിസ് ബാധിച്ചിട്ടുള്ളവർ, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് സൾഫർ ആവശ്യമായിട്ട് വരും. അതൊരു സൾഫർ ചൈൽഡിൻ്റെ ചിത്രമാണ്. സൾഫർ വിൽ ക്ലിയർ അപ്പ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേജ് വെൻ റെമഡീസ് ഹാവ് ഫെയിൽഡ് ടു റീച്ച് ദ വോൾ കേസ് ബിക്കോസ് ദേ ആർ നോട്ട് ഡീപ്പ് ഇനഫ്. സൾഫറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണം, ക്രോണിക് ട്രീറ്റ്മെൻറ്റിൽ സൾഫർ തുടക്കത്തിൽ കൊടുക്കുക എന്നുള്ള നമ്മളുടെ മാസ്റ്ററുടെ ആ ഒരു നയം, ആ നയത്തിന് കാരണമായ ഒരു പ്രോപ്പർട്ടിയാണ് സൾഫറിൻ്റെ പ്രോപ്പർട്ടിയാണ് പറയുന്നത്. സൾഫർ ക്ലിയർ അപ്പ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റ്സ് വെൻ ദ റെമഡീസ് ആർ ഫെയിൽഡ് ടു റീച്ച് ദ വോൾ കേസ് ബിക്കോസ് ദേ ആർ നോട്ട് ഡീപ്പ് ഇനഫ്. അപ്പോൾ കൃത്യമായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യപ്പെട്ടു എന്ന് തോന്നിക്കുന്ന മരുന്നുകൾ അതിന് ഡെപ്ത് പോരാത്തത് കൊണ്ട് ആ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റിനെ മാറ്റാൻ പര്യാപ്തമാകാതെ വരുമ്പോൾ ആ സ്റ്റേറ്റിനെ ക്ലിയർ ചെയ്യാൻ സൾഫർ ഉപയോഗിക്കാം. സൾഫർ ഉപയോഗിച്ച് ഒരു തുടക്കം ഇടുകയാണെങ്കിൽ പിന്നീട് വരുന്ന വെൽ സെലക്റ്റഡ് റെമഡി അതിന് വേണ്ടത്ര ഡെപ്ത് ഇല്ലെങ്കിൽ പോലും അത് വെൽ സെലക്റ്റഡ് ആണ്, സിമിലിമമാണ് എന്നതുകൊണ്ട് അത് ആക്ട് ചെയ്യും സൾഫറിൽ തുടങ്ങുകയാണെങ്കിൽ. അപ്പോൾ സൾഫറിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ്. The infant does not develop properly, the bones do not grow, and there is slow closing of the frontanelles. Calcarea carbonica may be the remedy, and sulfur is next in importance for such slow growth. കൽക്കേരിയ നമ്മൾ കണ്ടതാണ്, വേണ്ടത്ര ഗ്രോത്ത് ഇല്ല, വിശേഷിച്ചും ബോൺസിന് ഗ്രോത്ത് ഇല്ല എങ്കിൽ കൽക്കേരിയ കാർബാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കൽക്കേരിയ കഴിഞ്ഞാൽ അത്തരം സ്റ്റേറ്റുകളിൽ സൾഫർ ഇൻഡിക്കേറ്റ് ചെയ്യുക. ആ കൽക്കേരിയ തുടങ്ങി വെച്ച പ്രവൃത്തി സൾഫർ പൂർത്തീകരിക്കും. സൾഫർ മേ ബി ദ റെമഡി എന്നാണ് പറയുന്നത്. സൾഫർ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, സൾഫറിൻ്റെ ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രം. യു വുഡ് നോട്ട് സപ്പോസ് ദാറ്റ് സൾഫർ പേഷ്യൻ്റ് ഈസ് നെർവസ് ആസ് ഹി ഈസ്, ബട്ട് ഹി ഈസ് ഫുൾ ഓഫ് എക്സൈറ്റ്മെൻറ്റ്, ഈസ് ഈസിലി സ്റ്റാർട്ടിൽഡ് ബൈ നോയ്സ്, വേക്കൻസ് ഫ്രം സ്ലീപ്പ് ഇൻ എ സ്റ്റാർട്ട് ആസ് ഇഫ് ഹി ഹാഡ് ഹേർഡ് എ കാനൺ റിപ്പോർട്ട് ഓർ സീൻ എ സ്പൂക്ക്. അപ്പോൾ സൾഫർ പേഷ്യൻ്റ് അത്രയ്ക്കൊരു നെർവസ് പേഷ്യൻ്റ് ആണെന്ന് പൊതുവെ പലരും ചിന്തിക്കില്ല. സൾഫറിൻ്റെ ഒരു നേച്ചർ ആ ടൈപ്പ് അല്ല എന്ന് കരുതപ്പെടാം. പക്ഷേ കെന്റ് പറയുന്നത് വളരെ നെർവസ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് സൾഫറിലുണ്ട്. ഫുൾ ഓഫ് എക്സൈറ്റ്മെൻറ്റ്, വല്ലാതെ എക്സൈറ്റഡ് ആവുന്നൊരവസ്ഥയുണ്ട്. ശബ്ദം കൊണ്ട് പെട്ടെന്ന് ഞെട്ടുന്നൊരവസ്ഥയുണ്ട്. ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണരുന്നു. എങ്ങനെയാണ്? ഒരു പീരങ്കിയുടെ വെടി കേട്ടാലെന്നുണ്ടോ. അപ്പോൾ അന്നത്തെ കാലത്ത്
ഈ സമയം അറിയിക്കാനും മറ്റുമൊക്കെ വേണ്ടി പീരങ്കി വെടിയുതിർക്കുന്നൊരു പതിവുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഒരു വല്ലാത്തൊരു ശബ്ദം, ഇടിവെട്ടുന്ന ശബ്ദമോ അല്ലെങ്കിൽ ഒരു വെടിപൊട്ടുന്ന ശബ്ദമോ അങ്ങനെ കേട്ടിട്ട്, അല്ലെങ്കിൽ ഒരു ഡോറ് അടയ്ക്കുന്ന ശബ്ദമോ അങ്ങനെ കേട്ടിട്ടെന്ന വണ്ണം ആസിഫ് കേട്ടിട്ടെന്നല്ല, കേട്ടിട്ടെന്നുള്ള തോന്നലിലൂടെ അയാൾ ഞെട്ടി എഴുന്നേൽക്കുന്നു. അല്ലെങ്കിലോ സീന സ്പൂക്ക്, ഒരു ഭൂതത്തെയോ അല്ലെങ്കിൽ ഒരു അപരിചിതമായിട്ടുള്ള ഒരാളെയോ, ഒരു രഹസ്യ സ്പൂക്ക് എന്ന് പറയുന്ന ഒരു ചാരൻ എന്നുള്ള അർത്ഥം കൂടിയുണ്ട്. നമ്മളെ മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കാൻ വരുന്ന ആളെ കണ്ടിട്ടെന്നുള്ള രീതിയിലോ അയാൾ പെട്ടെന്ന് ഞെട്ടിക്കൊണ്ടിരാം. സൾഫർ പേഷ്യൻ്റ് അങ്ങനത്തെ ഒരു എക്സൈറ്റബിൾ അല്ലെങ്കിൽ നെർവസ് നേച്ചർ കൂടി ഉണ്ട് എന്നൊക്കെ എൻ്റെ പറയുന്നത്. ദ സൾഫർ പേഷ്യൻ്റ് ഈസ് ദ വിക്ടിം ഓഫ് മച്ച് ട്രബിൾ ഇൻ ഹിസ് സ്ലീപ്പ്. ഉറക്കത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് നിന്ന് പ്രയാസപ്പെടുന്ന ഒരാളാണ് സൾഫർ. അപ്പോൾ സൾഫർ ഒരു നൈറ്റ്ലി അഗ്രവേഷൻ ഉണ്ട്, ഉറക്കത്തിലും ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് സൾഫർ രാത്രി കൊടുക്കുന്നതിന് മുമ്പ് പലവട്ടം ചിന്തിക്കണമെന്ന് പറയാൻ കാരണം. നമ്മളുടെ ആർഷനിക്ക് മാതിരി. ദ സൾഫർ പേഷ്യൻ്റ് ഈസ് ദ വിക്ടിം ഓഫ് മച്ച് ട്രബിൾ ഇൻ സ്ലീപ്പ്. ഹി ഈസ് വെരി സ്ലീപ്പി ഇൻ ദ ഫോർ പാർട്ട് ഓഫ് ദ നൈറ്റ്, അറ്റ് ടൈംസ് സ്ലീപ്പിംഗ് ടിൽ 3 AM. ബട്ട് ഫ്രം ദാറ്റ് ടൈം ഓൺ ഹി ഹാസ് റെസ്റ്റ്ലെസ് സ്ലീപ്പ് ഓർ ഡസ് നോട്ട് സ്ലീപ്പ് അറ്റ് ആൾ. അപ്പോൾ ഉറക്കത്തിലെ ബുദ്ധിമുട്ടുകൾ രാത്രിയിൽ 3 മണിക്ക് ശേഷമാണ്. രാത്രിയുടെ ആദ്യ യാമങ്ങളിൽ സൾഫർ പേഷ്യൻ്റ് നന്നായിട്ട് ഉറങ്ങാം. പക്ഷെ ഒരു 3 മണി കഴിയുമ്പോൾ കാര്യം മാറും. ഒരു അസ്വസ്ഥമായ ഉറക്കം അല്ലെങ്കിൽ ഒട്ടും ഉറക്കമില്ലാത്ത അവസ്ഥ. ഹി ഡ്രഗ്സ് ഡേ ലൈറ്റ്, വാണ്ട്സ് ടു ഗോ ടു സ്ലീപ്പ് അഗെയിൻ. അപ്പോൾ ഈ 3 മണിക്ക് ഉറക്കമില്ലാതെ ശേഷം ഒരു ഡേ ലൈറ്റ് വരുമെന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ അയാൾ ഡേ ലൈറ്റിനെ ഭയന്നിട്ടെന്നവണ്ണം, അയാൾ ലൈറ്റിനോട് സെൻസിറ്റീവാണ് സൾഫർ പേഷ്യൻ്റ്, ഒരു പകൽ വെളിച്ചത്ത് ഭയന്നിട്ടെന്നവണ്ണം വീണ്ടും ഉറക്കം തുടരാൻ സൾഫർ രോഗി ആഗ്രഹിക്കും. ഹി ഡ്രഗ്സ് ഡേ ലൈറ്റ്, വാണ്ട്സ് ടു ഗോ ടു സ്ലീപ്പ് അഗെയിൻ, ആൻഡ് വെൻ ഹി ഡസ് സ്ലീപ്പ് ഹി ക്യാൻ ഹാർഡ്ലി ബി അറോസ്ഡ് ആൻഡ് വാണ്ട്സ് ടു സ്ലീപ്പ് ലേറ്റ് ഇൻ ദ മോർണിംഗ്. അപ്പോൾ അങ്ങനെ ഉറങ്ങുമ്പോൾ സൂര്യനുദിച്ചു, എല്ലാ ജീവജാലങ്ങളും ഉണർന്ന് കർമ്മനിരതമാകുന്നൊരു സമയത്ത് ഇയാൾ മാത്രം, സൾഫർ പേഷ്യൻ്റ് മാത്രം ഉറങ്ങിക്കൊണ്ടിരിക്കും. അയാളെ ഉണർത്താൻ വലിയ പ്രയാസമാണ്. സൂര്യനുദിക്കുമ്പോൾ എല്ലാവരും ഉണരുമ്പോൾ സൾഫർ പേഷ്യൻ്റ് മാത്രം ഉണർത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. അയാൾ നേരം വെളുത്ത് കഴിഞ്ഞാൽ പിന്നെയും ഉറങ്ങിക്കൊണ്ടിരിക്കും. ദാറ്റ് ഈസ് ദ ടൈം ഹി ഗെറ്റ്സ് ഹിസ് ബെസ്റ്റ് റെസ്റ്റ്. അയാൾക്ക് ഏറ്റവും നല്ല വിശ്രമം കിട്ടുന്ന സമയം അതാണ്. അത് ശ്രദ്ധിക്കേണ്ടത്. രാത്രിയിലെ ഉറക്കത്തിലല്ല, ഒരു 3 മണി വരെയൊക്കെ ഉറങ്ങി പിന്നെ അസ്വസ്ഥമായ ഉറക്കമുണ്ടായി പുലരാറാകുമ്പോൾ പ്രകാശം കണ്ടു തുടങ്ങുമ്പോൾ ആ പകൽ വെളിച്ചത്തെ ഭയന്നിട്ടെന്നോണം അയാൾ വീണ്ടും ഉറങ്ങുന്നു. ആ ഉറക്കത്തിലാണ് അയാൾക്ക് ഏറ്റവും നല്ല റെസ്റ്റ് കിട്ടുന്നത്. ആൻഡ് ഹിസ് സൗണ്ട്ലെസ് സ്ലീപ്പ്, ഏറ്റവും നല്ല ഉറക്കം. ഹി ഈസ് മച്ച് ഡിസ്റ്റർബ്ഡ് ബൈ ഡ്രെഡ്ഫുൾ ഡ്രീംസ് ആൻഡ് നൈറ്റ് മെയർ. അപ്പോൾ വളരെ ഭയാനകമായ ദുസ്വപ്നങ്ങൾ കണ്ട് സൾഫർ പേഷ്യൻറ്റിൽ വളരെയധികം പ്രയാസം ഉറക്കത്തിലുണ്ടാവും. When the symptoms agree, sulfur will be found a curative medicine in erysipelas. എറിസിപ്പിലാസ് നിങ്ങൾക്കറിയാം, ചുവന്ന് തടിച്ച് മുഖമൊക്കെ വളരെ വികൃതമാകുന്നൊരു അവസ്ഥ, വല്ലാത്ത ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയപ്പെടുന്ന ഒരു അവസ്ഥ. അപ്പോൾ സിംറ്റംസ് എഗ്രി ചെയ്താൽ, ഒരു സൾഫറിൻ്റെ ജനറൽ കണ്ടീഷൻസ് എഗ്രി ചെയ്യുകയാണെങ്കിൽ എറിസിപ്പിലാസിനെ ക്യൂർ ചെയ്യാൻ സൾഫർ പര്യാപ്തമാണ്. ഫോർ എറിസിപ്പിലാസ് ആസ് എ നെയിം വി ഹാവ് നോ റെമഡി. ഹോമിയോപ്പതിയുടെ ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളിലേക്ക് പോവുകയാണ്. ഒരു പേര് പറഞ്ഞാൽ ആ പേര് പറഞ്ഞൊരു രോഗത്തിന് ചികിത്സയില്ല. അപ്പം അത് ഈ അലോപ്പതിക് മെഡിസിൻ്റെ രീതിയുമായിട്ടുള്ളൊരു വലിയൊരു വ്യത്യാസമാണ്. ഇപ്പം തന്നെ നോക്കിയോ, ഒരു അടുത്തിടയ്ക്ക് തന്നെ ഏതൊരു പുതിയതരം പനിയെക്കുറിച്ചുള്ള വാർത്ത ഈ ദിവസങ്ങൾ വന്നു. ആ പനിക്കൊരു പേരിട്ടു, ഒരു നീണ്ട പേര്. അതുമായിട്ട് ബന്ധപ്പെട്ട അതോറിറ്റി ഒരു പേരിട്ടു. ആ പേരിട്ടതോടുകൂടി കാര്യങ്ങൾ ആയി എന്നുള്ള ചിന്തയാണ്. വാർത്ത അവസാനം പറയുന്നത് ഇതിന് ചികിത്സയില്ല. അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ പറയുന്നുണ്ട്. ലക്ഷണങ്ങൾ കഴിയുമ്പോൾ പനി, ചുമ, തലവേദന, അങ്ങനെ നമ്മളുടെ സാധാരണ ബെൽറോണ പോലുള്ള സാധാരണ പനിക്ക് ഉപയോഗിക്കുന്ന ഔഷധങ്ങളുടെ ലക്ഷണങ്ങളുമായി നമുക്കൊരു സാമ്യം തോന്നാം അർത്ഥമുള്ളത്.
അത് വിദഗ്ധരായ ഡോക്ടർമാരിൽ ഇതിൻ്റെ ശ്രോതാക്കൾ എന്നുള്ള ഡോക്ടർമാരുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒറ്റ തന്നെ മനസ്സിലാവും അതിൻ്റെ ഇൻഡിക്കേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഔഷധങ്ങൾ. പക്ഷേ അതിന് മരുന്നില്ല. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് പേരിടുക എന്നുള്ളത്. പേരിട്ടതോടുകൂടി അത് പകുതി ആശ്വാസങ്ങൾ ഉണ്ടാകും. പക്ഷേ ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം ഒരു പേരിലൊന്നുമില്ല, ഒരു പേരിൽ യാതൊന്നുമില്ല. എറിസിപ്പിലാസ് എന്നുള്ള പേരിൽ ആ പേരിലുള്ള ഔഷധങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഔഷധങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയെന്നുമില്ല. പക്ഷേ ആ രോഗിയുടെ ലക്ഷണങ്ങളുടെ സമഗ്രത വെച്ചുകൊണ്ട് സൾഫർ ഇൻഡിക്കേറ്റ് ചെയ്താൽ സൾഫർ, ആഴ്സനിക് ഇൻഡിക്കേറ്റ് ചെയ്താൽ ആഴ്സനിക്, അതാണ് പറയുന്നത്. അങ്ങനെ ഒരു പേരിട്ടുകൊണ്ട് ഒരു ചികിത്സ എന്ന രീതി അത് പാടില്ല, അത് തെറ്റായൊരു പ്രവണതയാണ്. ഇഫ് യു ബെയർ ദാറ്റ് ഡിസ്റ്റിങ്ഷൻ ഇൻ മൈൻഡ് യു വിൽ ബി ഏബിൾ ടു സീ വാട്ട് ഹോമിയോപ്പതി മീൻസ്. അപ്പോൾ ഈ ഒരു ആശയം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഹോമിയോപ്പതി എന്ന ചികിത്സാരീതിയുടെ മർമ്മം തന്നെ നിങ്ങൾ ഗ്രഹിച്ചു കഴിഞ്ഞു. ഇറ്റ് ട്രീറ്റ്സ് ദ പേഷ്യൻസ് ആൻഡ് നോട്ട് ദ നെയിംസ് ദാറ്റ് ദ സിക്നസ് ഗോ ബൈ. അപ്പോൾ രോഗാവസ്ഥയ്ക്ക് ഇടുന്നൊരു പേരല്ല, ആ പേരിനെയല്ല ചികിത്സിക്കുന്നത്, അത് ചികിത്സിക്കുന്നത് രോഗിയാണ്. The sulfur patient is annoyed throughout his economy with surgings of blood here and there, surging with fullness of the head, which we have heretofore described as flashes of heat. അപ്പോൾ നേരത്തെ നമ്മൾ ഫ്ലാഷസ് ഓഫ് ഹീറ്റ് തലയിലും ശരീരത്തിന് പല ഭാഗങ്ങളുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ളൊരു കാരണത്തെക്കുറിച്ചാണ് പറയുന്നത്. സർജിങ് ഓഫ് ബ്ലഡ് ഹിയർ ആൻഡ് ദർ, അവിടെ ഇവിടെയൊക്കെ രക്തമിന് ഇരച്ചു കയറുന്നു, തലയിലിങ്ങനെ ഫുൾനെസ്, തലയിങ്ങനെ നിറഞ്ഞ് വിങ്ങി നിൽക്കുന്ന പോലുള്ളൊരു ഫീല്. അപ്പോൾ തലയിലേക്ക് ബ്ലഡ് ഇരച്ചു കയറുന്നുണ്ട്. അപ്പോൾ ഫ്ലാഷസ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നതിൻ്റെ കാരണം, അടിസ്ഥാന കാരണം ഈ സർജിങ് ഓഫ് ബ്ലഡാണ്. അത് സൾഫറിലുണ്ട്. ഇറ്റ് ഹസ് മാർക്ഡ് ഫെബ്രൈൽ കണ്ടീഷൻസ് ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഇൻ അക്യൂട്ട് ഡിസീസസ്. അപ്പോൾ ഈ ഫെബ്രൈൽ കണ്ടീഷൻസ് വെച്ചുകൊണ്ട് അക്യൂട്ട് ഡിസീസസിനും സൾഫറിന് ഉപയോഗിക്കാൻ പറ്റും. ഇറ്റ് ഈസ് വൺ ഓഫ് ദ നാച്ചുറൽ കോംപ്ലിമെൻറ്റ്സ് ഓഫ് അക്കണൈറ്റ്, and when aconite is suitable to the acute exacerbations and removes them, very often sulfur corresponds to the constitutional state of the patient. അപ്പോൾ അക്കോണൈറ്റത്തിൻ്റെ ക്രോണിക്കാണ് സൾഫർ. അപ്പോൾ അക്കോണൈറ്റം കൊണ്ടൊരു അക്യൂട്ട് കണ്ടീഷനെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന പ്രശ്നങ്ങളെ, അല്ലെങ്കിൽ അയാൾക്ക് പിന്നീട് അതിൻ്റെ ഒരു റിക്കറൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സൾഫറിനെ കുറിച്ച് ചിന്തിക്കണം. മിക്കവാറും സൾഫർ ഭംഗിയായിട്ട് അതിനെ ഫോളോ ചെയ്യും. സൾഫർ ഇസ് സ്യൂട്ടബിൾ ഇൻ ദ മോസ്റ്റ് ട്രബിൾസം സ്ക്രോഫിലസ് കംപ്ലൈൻറ്റ്സ് ഇൻ ബ്രോക്കൺ ഡൗൺ കോൺസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഡിഫക്റ്റീവ് അസിമിലേഷൻ. അപ്പോൾ കഴലവീക്കമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇപ്പോൾ പണ്ടൊക്കെ ഈ കുട്ടികളിലും മറ്റുമൊക്കെ ഈ കഴലവീക്കം, തൊണ്ടയിലിങ്ങനെ ഗ്രന്ഥികളിങ്ങനെ വീർത്തിരിക്കുന്നൊരവസ്ഥ സാധാരണമായിരുന്നു. ഇപ്പോൾ അങ്ങനെ കാണാറില്ല. ഡിഫക്റ്റീവ് അസിമിലേഷൻ, നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, സൾഫർ പേഷ്യൻറ്റിന് ഭക്ഷണത്തോട് ഇഷ്ടക്കേടുണ്ട്, കഴിക്കുന്ന ഭക്ഷണത്തെ ശരിയായ രീതിയിൽ ശരീരത്തിൽ സ്വാംശീകരിക്കാനുള്ള കഴിവില്ല. അങ്ങനെ ആകെ ബ്രോക്കൺ ഡൗൺ ആയിട്ടുള്ള രോഗാവസ്ഥകളിൽ സൾഫർ വളരെയധികം യോജിച്ചു വരും. ഇറ്റ് ഹസ് ഡീപ് സീറ്റഡ് റാഗ്ഡ് അൾസേഴ്സ് ഓൺ ദ ലോവർ എക്സ്ട്രീമിറ്റീസ്, indolent ulcers that will not granulate. അപ്പോൾ ലോവർ എക്സ്ട്രീമിറ്റീസിൽ വളരെ ഇങ്ങനെ ആഴത്തിലുള്ള റാഗ്ഡ് ആയിട്ടുള്ള വ്രണങ്ങളുണ്ട്. ഇൻഡോളൻ്റ് അൾസേഴ്സ്, അതായത് ഇങ്ങനെ ഒരു മന്ദീഭവിച്ച് നിൽക്കുന്നത്, ഹീൽ ചെയ്യുന്നില്ല, അതിനൊരു മാറ്റം വരുന്നില്ല, ഇങ്ങനെ ഏതെങ്കിലും കുറഞ്ഞൊക്കെ ഒരേ രീതിയിൽ ഇങ്ങനെ ഒരു ലേസി നേച്ചറുള്ള അൾസേഴ്സ്, അത് ഗ്രാനുലേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ എന്താ സംഭവിക്കുന്നത്? ദ ബേൺ, ഒരു പൊള്ളലിൻ്റെ സെൻസേഷൻ ഉണ്ടാകുന്നു. ആൻഡ് ദ ലിറ്റിൽ മോയ്സ്ചർ ദാറ്റ് ഓസസ് ഔട്ട് ബേൺസ് ദ പാർട്സ് അറൗണ്ട് ദാറ്റ്. അപ്പോൾ ഈ അൾസേഴ്സിൽ നിന്ന് വരുന്ന വളരെ കുറച്ച് മോയ്സ്ചർ, ആ ഒരു ദ്രാവകം, അത് സ്പർശിക്കുന്ന ഭാഗങ്ങളിലെല്ലാം പൊള്ളുന്നൊരു അനുഭവം ഉണ്ടാകുന്നു. ബേണിംഗ് സെൻസേഷൻ, സൾഫറിൻ്റെ നേച്ചർ. ദിസ് ഇൻഡിക്കേറ്റ് ഓഫൺ ഇൻ വെരിക്കോസ് അൾസേഴ്സ് ദാറ്റ് ബ്ലീഡ്സ് ഈസിലി ആൻഡ് ബേൺ മച്ച്. അപ്പോൾ വെരിക്കോസ് അൾസേഴ്സിലും ഇത് തന്നെ ഉണ്ട്. അവിടെ അതിൽ നിന്നുള്ള ഡിസ്ചാർജസും ബേണിംഗ് ഉണ്ടാക്കുന്നത് സൾഫറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇൻഡിക്കേഷനാണ്. ഇൻ ഓൾ കേസ് ഓഫ് ഗോട്ട് സൾഫർ ഇസ് എ യൂസ്ഫുൾ റെമഡി. പഴകിയ ഈ വാതരോഗങ്ങളിലും സൾഫർ ഉപകരിക്കും.
It is a deep acting remedy, and in most instances, it will keep the gout upon the extremities, and its tendency is outward from center to circumference. അപ്പോൾ ഈ വാദസംബന്ധമായ പ്രശ്നങ്ങൾ ഹൃദയം പോലുള്ള ജീവപ്രധാനമായ അവയവങ്ങളെ ബാധിക്കാതെ പുറത്ത് പെരിഫറീസിൽ സന്ധികളിലും മറ്റുമൊക്കെ ആയിട്ട് ഈ ഗോട്ടിനെ ലിമിറ്റ് ചെയ്ത് നിർത്തുന്നതിൽ സൾഫറിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. അതിന് ഔട്ട്വേർഡ് നേച്ചർ, സെൻറ്റർ ടു സർക്കംഫറൻസ് എന്നുള്ളതാണ് സൾഫറിൻ്റെ ഒരു ടെൻഡൻസി. അപ്പോൾ ഹൃദയ വാൽവുകളേക്കും മറ്റുമായി ബാധിക്കാതെ സേഫാക്കി നിർത്തും. ലൈക്ക് ലൈക്കോപോഡിയം ആൻഡ് കൽക്കേറിയ വെൻ സ്യൂട്ടബിളി അഡ്മിനിസ്ട്രേഡ് ഇൻ ഓൾഡ് ഗോട്ടി കണ്ടീഷൻസ്, നോട്ട് വെർ ദർ ഇസ് മച്ച് ഓർഗാനിക് ചേഞ്ച് പ്രസൻസ്, ഇറ്റ് വിൽ കീപ് ദ റൊമാറ്റിക് സ്റ്റേറ്റ് ഇൻ ദ ജോയിൻറ്റ്സ് ആൻഡ് എക്സ്ട്രീമിറ്റീസ്. അപ്പോൾ ലൈക്കോപോഡിയത്തെയും കൽക്കേറിയയും പോലെ വളരെ അനുയോജ്യമായ രീതിയിൽ സിംറ്റംസിൻ്റെ സ്യൂട്ടബിലിറ്റി നോക്കി കൊടുക്കുകയാണെങ്കിൽ, ഗോട്ടി കണ്ടീഷൻസ് കൊടുക്കുകയാണെങ്കിൽ, വലിയ ഓർഗാനിക് ചേഞ്ചസ് ഇല്ലാത്തൊരു അവസ്ഥയിൽ അത് ഈ റൊമാറ്റിക് കണ്ടീഷനെ ജോയിൻറ്റ്സിലും എക്സ്ട്രീമിറ്റീസിലും മാത്രമായി പരിമിതപ്പെടുത്തും. അപ്പോൾ അതിനർത്ഥം പേഷ്യൻറ്റിൻ്റെ ലൈഫ് സേഫ് ആകുന്നുള്ളൂ. സൾഫർ ലൈക്ക് സൈലീഷ്യ ഈസ് എ ഡേഞ്ചറസ് മെഡിസിൻ ടു ഗിവ് where there is structural diseases in organs that are vital, especially in the lungs. അപ്പോൾ സൾഫറിനെ കുറിച്ച് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് സൈലീഷ്യയോട് കമ്പയർ ചെയ്താൽ പറയുന്നത്. വിശേഷിച്ചും ലങ്സിലുള്ള ആബ്സസ് പോലുള്ള അവസ്ഥയിൽ, പ്രത്യേകിച്ചും ഈ ക്ഷയരോഗമായിട്ട് ബന്ധപ്പെട്ടൊരു അവസ്ഥയിൽ സൈലീഷ്യയോ സൾഫറോ ഇൻഡിക്കേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് കൊടുക്കുന്ന കാര്യത്തിൽ സൂക്ഷിക്കണം. വളരെ ഡേഞ്ചറസ് ആകാം. അതിൻ്റെ ആബ്സസ് രോഗിയുടെ ജീവനെ ഹനിക്കുന്ന തരത്തിൽ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത്തരം അവസ്ഥകളിൽ, ക്ഷയരോഗാവസ്ഥകൾ അല്ലെങ്കിൽ ലങ്സിൽ വ്രണങ്ങളുണ്ടാകുന്ന അല്ലെങ്കിൽ പഴുപ്പ് കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ സൾഫറോ സൈനീഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കൊടുക്കണമെന്നതിനെക്കുറിച്ച് കെൻറ്റ് വളരെ വിലപ്പെട്ട ചില സൂചനകൾ തരുന്നുണ്ട്. സൾഫർ വിൽ ഓഫൺ ഹീൽ ഓൾഡ് ഫിസ്റ്റുലസ് പൈപ്സ് and turned old abscess into a normal stage, so that healthy pus will follow when it is indicated by the symptoms. അപ്പോൾ പഴയ ഫിസ്റ്റുലസ് പൈപ്സ് ആൻഡ് ടേൺ ഓൾഡ് ആബ്സസ് ഇൻ ടു നോർമൽ സ്റ്റേജ്, പഴകിയ പഴുപ്പുകളെയും ഫിസ്റ്റുലസ് ആയിട്ടുള്ള ആ കുഴലുകളെയും ഒക്കെ നോർമൽ സ്റ്റേജിലേക്ക് മാറ്റിയിട്ട് ഹെൽത്തി പസിനെ ഉണ്ടാക്കും. അൺഹെൽത്തി ആയിട്ടുള്ള കെട്ടിക്കിടക്കുന്ന ദുഷിച്ച പഴുപ്പിനെ മാറ്റിയിട്ട് നോർമലായിട്ടുള്ള ഹീലിങ്ങിലേക്ക് നയിക്കുന്ന ഹെൽത്തി പസിനെ ഡെവലപ്പ് ചെയ്യും. എപ്പോഴാണ് സിംറ്റംസ് ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഓപ്പൺ ആബ്സസസ് ദാറ്റ് ആർ വെരി സ്ലോ ഡൂയിങ് നത്തിങ്. ഇറ്റ് വിൽ റെഡ്യൂസ് ഇൻഫ്ലെയിംഡ് ഗ്ലാൻഡ്സ് ദാറ്റ് ആർ ഇൻറ്റുറേറ്റഡ് ആൻഡ് എബൌട്ട് ടു സൂപ്പറേറ്റ് വെൻ ദ സിംറ്റംസ് അഗ്രി. അപ്പോൾ ഗ്രന്ഥികൾ കല്ലിച്ച് പഴുക്കാൻ വെമ്പി നിൽക്കുന്ന നീർവീക്കമുള്ള ഗ്രന്ഥികളെ റെഡ്യൂസ് ചെയ്ത്, ആ മോശം അവസ്ഥയെ റെഡ്യൂസ് ചെയ്ത് ആ വീക്കത്തെ മാറ്റി അത് നോർമൽ സൈസിലേക്കും നോർമൽ സ്റ്റേറ്റിലേക്കും മാറ്റാൻ സിംറ്റംസ് അഗ്രി ചെയ്യുമ്പോൾ സൾഫറിന് കഴിവുണ്ട്. ബട്ട് ഇറ്റ് ഈസ് എ ഡേഞ്ചറസ് മെഡിസിൻ ടു അഡ്മിനിസ്റ്റർ ഇൻ അഡ്വാൻസ് കേസ് ഓഫ് തൈസിസ്. അപ്പോൾ ക്ഷയരോഗത്തിൻ്റെ ഡെവലപ്പ് ചെയ്ത അവസ്ഥകളിൽ സൾഫർ വളരെ അപകടകാരിയായ ഒരു മെഡിസിനാണ്. സൾഫർ മാത്രമല്ല സൈലീഷ്യയും അത്തരം സ്റ്റേറ്റിൽ വളരെ അപകടം ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ഇറ്റ് ഷുഡ് നോട്ട് ബി പ്രിസ്ക്രൈബ്ഡ് ഇൻ ദ ഹയസ്റ്റ് പൊട്ടൻസീസ്. ഹയസ്റ്റ് പൊട്ടൻസീസിൽ അത് കൊടുക്കരുത്. ഇഫ് ദർ ആർ സിംറ്റംസ് ദാറ്റ് ആർ വെരി പെയിൻഫുൾ ആൻഡ് യു തിങ്ക് ദാറ്റ് സൾഫർ മസ്റ്റ് ബി അഡ്മിനിസ്ട്രേഡ്, ഗോ ടു ദ 30th or 200th പൊട്ടൻസി. അപ്പോൾ വളരെ പെയിൻഫുള്ളായിട്ടുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ സൾഫർ നിർബന്ധമായിട്ടും കൊടുക്കണമെന്ന് സിംറ്റംസ് വെച്ച് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഹയസ്റ്റ് പൊട്ടൻഷ്യലിലേക്ക് ഒരിക്കലും പോകരുത്. 1mmലേക്കോ 10mmലേക്കോ ഒരിക്കലും പോകരുത്. 30th അല്ലെങ്കിൽ 200th മാത്രം കൊടുത്ത് അതുകൊണ്ട് മാനേജ് ചെയ്യുക. അത് കെൻറ്റിൻ്റെ അനുഭവത്തിൽ നിന്നും തരുന്ന വളരെ പ്രധാനപ്പെട്ട ഇൻഡിക്കേഷനാണ്. ഡു നോട്ട് അണ്ടർടേക്ക് ടു സ്റ്റോപ്പ് വിത്ത് സൾഫർ ദ മോർണിംഗ് ഡയറിയ ദാറ്റ് കോമൺലി കംസ് വിത്ത് തൈസിസ്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു മോർണിംഗ് ഡയറിയ, ഉണർന്ന് എഴുന്നേൽക്കണമെന്ന് തോന്നുമ്പോൾ
ഉണ്ടാകുന്നൊരു വയറിളക്കത്തിന് സൾഫർ വളരെ ഉപകരിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷേ അത് ക്ഷയരോഗികളിൽ സാധാരണ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. ക്ഷയരോഗികളാണ് ഉണ്ടാകുന്നതെങ്കിൽ സൾഫർ കൊടുക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. അത് വളരെ ഡേഞ്ചറസാണ്. അതുകൊണ്ട് ആ അവസ്ഥയിൽ സൾഫർ കൊടുക്കാതിരിക്കുക എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയുകയാണ്, ഡു നോട്ട് അണ്ടർടേക്ക് ടു സ്റ്റോപ്പ് ദ നൈറ്റ് സ്വെറ്റ്സ് ദാറ്റ് കം ഇൻ ദ അഡ്വാൻസ് സ്റ്റേജസ് ഈവൻ ഇഫ് സൾഫർ സീംസ് ടു ബി ഇൻഡിക്കേറ്റ് ബൈ ദ സിംറ്റംസ് ദ ഫാക്ട് ഈസ് ഇറ്റ് ഈസ് നോട്ട് ഇൻഡിക്കേറ്റ്. അപ്പോൾ മോർണിംഗ് ക്ഷയരോഗികളുടെ ഗുരുതരമായ ക്ഷയരോഗാവസ്ഥയിൽ മോർണിംഗ് ഡയറിയയിലും നൈറ്റ് സ്വെറ്റ്സിലും ഇപ്പോൾ ക്ഷയരോഗികളുടെ കുറവാണ്. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ചികിത്സാ പരിശീലനത്തിലും മറ്റുമൊക്കെ ക്ഷയരോഗികളെ കണ്ടെത്താനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഈ ക്ഷയരോഗികളിൽ ഈ മോർണിംഗ് ഡയറിയ ഞാനങ്ങനെ കേട്ടിട്ടില്ല. പക്ഷേ ഈ നൈറ്റ് സ്വെറ്റ്സ് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പല ക്ഷയരോഗികളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. രാത്രി വല്ലാതെ കുത്തി വിയർത്തിട്ട് എഴുന്നേറ്റിരിക്കും. പണ്ടൊക്കെ ഫാൻ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത കാലഘട്ടത്തിൽ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കും. മറ്റുള്ളവരിങ്ങനെ വീശിക്കൊള്ളു, എന്നാൽ പോലും ആ വിയർപ്പ് മാറില്ല. അപ്പം അങ്ങനത്തെ അവസ്ഥകളിൽ ഇപ്പോൾ കണ്ടുകിട്ടാൻ പ്രയാസമാണ്. എങ്കിൽ പോലും അങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടായാൽ ക്ഷയരോഗത്തിൻ്റെ അഡ്വാൻസ് സ്റ്റേജസിൽ നൈറ്റ് സ്വെറ്റ്സോ അല്ലെങ്കിൽ മോർണിംഗ് ഡയറിയോ ഉണ്ടായാൽ സൾഫർ ഇൻഡിക്കേറ്റർ ആണെങ്കിൽ പോലും കൊടുക്കാതിരിക്കുക. അത് അപകടകരമായേക്കാം. ലങ്സിൻ്റെ ഉള്ളിൽ റപ്ചർ ഉണ്ടായി രോഗി മരിക്കുമെന്നാണ് എക്സ്പീരിയൻസായിട്ട് ചില ഹോമിയോപാത്സ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കെൻറ്റ് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈവൻ ഇഫ് സൾഫർ സീംസ് ടു ബി ഇൻഡിക്കേറ്റഡ് ബൈ ദ സിംറ്റംസ്, ലക്ഷണങ്ങൾ കൊണ്ട് നോക്കുമ്പോൾ സൾഫർ ഇൻഡിക്കേറ്റ് ചെയ്യപ്പെടുന്നതായി തോന്നിക്കാമെങ്കിലും കൊടുക്കരുത്. എന്തുകൊണ്ടാണ്? ദ ഫാക്ട് ഈസ് ഇറ്റ് ഈസ് നോട്ട് ഇൻഡിക്കേറ്റഡ്. അപ്പോൾ ലക്ഷണങ്ങൾ യോജിക്കുന്നു, സിമിലിനുമാണെന്നത് കൊണ്ട് മാത്രം ഒരു ഔഷധം ഇൻഡിക്കേറ്റഡ് അല്ല. അതിൽ പ്രധാനപ്പെട്ട ഒരു ഹോമിയോപ്പതിയിലെ പ്രധാനപ്പെട്ട തത്വമാണ് എന്നോട് പറയുന്നത്. സിംറ്റംസിൻ്റെ ടോട്ടാലിറ്റി മാത്രമല്ല, ടോട്ടാലിറ്റിയാണ് നമ്മളുടെ പ്രമാണം. പക്ഷേ അവിടെ ഒരു അപവാദമുണ്ട്, അതിനൊരു എക്സെപ്ഷനുണ്ട്. ഏത് ലോയ്ക്കും ഒരു എക്സെപ്ഷൻ ഉണ്ടെന്ന് പറയാറുണ്ട്. അത് സയൻസിൽ ഫിസിക്സിലായാലും കെമിസ്ട്രിയിലായാലും ബയോളജിയിലായാലും ഒരു തത്വമാണ്. ഏത് പ്രിൻസിപ്പിളിനും ഒരു എക്സെപ്ഷൻ ഉണ്ടാകും. ഇപ്പോൾ ഹോമിയോപ്പതിയിലെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളായിട്ടുള്ള സിമിലിബ്യൂസ് കുറാൻഡർ എന്നുള്ളതിന് ഒരു എക്സെപ്ഷൻ ഉണ്ട്. ആ എക്സെപ്ഷൻ ഇതാണ്: അത് അപകടകരമാകുമെങ്കിൽ ഇതേപോലെ ഒരു അഡ്വാൻസ് സ്റ്റേജസ് ഓഫ് ട്യൂബർക്കുലോസിസിലും മറ്റുമൊക്കെ മോർണിംഗ് ഡയറിയ, നൈറ്റ് സ്വെറ്റ്സിൻ്റെ കാര്യത്തിൽ സൾഫർ, സൈലീഷ്യ പോലുള്ള ഔഷധങ്ങൾ ടോട്ടാലിറ്റി ഓഫ് സിംറ്റംസ് കൊണ്ട് മാത്രം ഇൻഡിക്കേറ്റർ അല്ല, അതതിൻ്റെ എക്സെപ്ഷനാണ്. ഫാക്ട് ഈസ് ഇറ്റ് ഈസ് നോട്ട് ഇൻഡിക്കേറ്റഡ്. എ റെമഡി ദാറ്റ് ഈസ് ഡേഞ്ചറസ് ഇൻ എനി കേസ് ought not to be considered as indicated even though the symptoms are similar. അതാണ് കാര്യം. സൾഫറിനെ കുറിച്ചുള്ള തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് മറ്റുള്ളവരുമായി പങ്കുവെക്കുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത എപ്പിസോഡിൽ സൾഫറിനെ കുറിച്ചുള്ള കെൻറ്റിൻ്റെ വളരെ വിലപ്പെട്ട നിരീക്ഷണങ്ങളും ചില പഠനങ്ങളും നമുക്ക് അടുത്ത ലെക്ചറിൽ നമുക്ക് കേൾക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.